ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഖത്തറിൽ ബലിപെരുന്നാൾ അവധിക്ക് തുടക്കമായി. സർക്കാർ മേഖലയിൽ 5 ദിവസവും സ്വകാര്യ മേഖലയിൽ 3 ദിവസവുമാണ് അവധി. ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും വ്യാഴാഴ്ച മുതൽ പെരുന്നാൾ അവധിയായിരിക്കും. സ്വകാര്യ മേഖലയ്ക്ക് ശമ്പളത്തോടു കൂടിയ അവധി നൽകാനാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ, പൊതുജനാരോഗ്യ മന്ത്രാലയം, പബ്ലിക് പ്രോസിക്യൂഷൻ ഉൾപ്പെടെ അടിയന്തര സർക്കാർ വകുപ്പുകൾ പെരുന്നാൾ അവധി ദിവസങ്ങളിലെ പ്രവർത്തന സമയം ക്രമീകരിച്ചിട്ടുണ്ട്. പെരുന്നാൾ അവധിക്ക് ശേഷം ജൂൺ 10 മുതലാണ് സർക്കാർ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുക. കുവൈറ്റിലുള്ള പ്രവാസികളുടെ കുടുംബ വിസകളിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഭരണാധികാരികൾ ഒരുങ്ങുന്നു. രാജ്യത്തിന്റെ താമസ ചട്ടങ്ങൾ പ്രവാസികൾ ലംഘിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കടുത്ത നടപടികളിലേക്ക് രാജ്യം നീങ്ങുന്നത്. കുവൈറ്റ് അധികൃതരുടെ നിർദ്ദേശപ്രകാരം താമസകാര്യ അന്വേഷണ വകുപ്പ് സമീപ ആഴ്ചകളിൽ മിനിമം ശമ്പള നിലവാരമായ 800 കുവൈറ്റ് ദിനാർ കവിഞ്ഞ പ്രവാസികളെ കണ്ടെത്തുന്നതിനായി പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഇവർ വിസ ലഭിച്ചതിനു ശേഷം കുറഞ്ഞ ശമ്പളമുള്ള ജോലികളിലേക്ക് മടങ്ങുന്നതായി കണ്ടെത്തി. ശമ്പളം ഉയർത്തിക്കാണിച്ച് ഫാമിലി റെസിഡൻസി പെർമിറ്റുകൾ നേടി പങ്കാളികളെയും കുട്ടികളെയും കുവൈറ്റിലേക്ക് കൊണ്ടുവന്ന പ്രവാസികൾ 1 മാസത്തിനുള്ളിൽ അവരുടെ സ്റ്റാറ്റസ് റെഗുലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ആശ്രിതരെ മാതൃരാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കാനോ തയ്യാറാകണം. ഇതിനായി 1 മാസത്തെ സമയമാണ് അനുവദിച്ചിട്ടുള്ളത്. 2024 56-ാം മന്ത്രിതല പ്രമേയ പ്രകാരമാണ് നടപടി സ്വീകരിച്ചത്. ആദ്യ ഉപപ്രധാനമന്ത്രിയും ആക്ടിംഗ് ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അൽ സബാഹാണ് ഈ നിയമം നടപ്പിലാക്കിയത്. അപേക്ഷകർക്ക് യൂണിവേഴ്സിറ്റി ബിരുദം ഉണ്ടായിരിക്കണം. അവരുടെ കഴിവുകൾ അനുയോജ്യമായ ഒരു തൊഴിൽ നേടുകയും കുറഞ്ഞത് 800 കുവൈറ്റ് ദിനാർ പ്രതിമാസ ശമ്പളം നേടുകയും ചെയ്യണമെന്നതായിരുന്നു പ്രമേയത്തിൽ പറയുന്നത്. 2024 ജൂലൈയിൽ ബിരുദം വേണമെന്ന ആവശ്യകത നിർത്തലാക്കി. കുടുംബാംഗങ്ങളെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള പ്രധാന വ്യവസ്ഥ വരുമാനം മാത്രമാക്കുകയായിരുന്നു. ഹജ്ജിന്റെ ആത്മാവായ അറഫയിൽ തീർത്ഥാടക ലക്ഷങ്ങൾ ഇന്ന് അലിഞ്ഞുചേരും. കാലങ്ങളായി കാത്തിരുന്ന അറഫ സംഗമത്തിൽ അണിചേർന്ന് ആകാശത്തേക്ക് കൈകളുയർത്തി കരളുരുകി പ്രാർത്ഥിക്കും. മിനയിലെ കൂടാരത്തിൽ രാവെളുക്കുവോളം നീണ്ട പ്രാർത്ഥനയിലൂടെ മനസ്സും ശരീരവും ഒരുക്കിയ തീർത്ഥാടക സംഘങ്ങൾ പുലർച്ചെ മുതൽ തന്നെ അറഫയിലേക്ക് യാത്ര തുടങ്ങിയിരുന്നു. ഇവിടെ ലുഹർ, അസർ നമസ്കാരങ്ങൾ ഒന്നിച്ച് നിർവഹിച്ച് അറഫ പ്രഭാഷണവും ശ്രവിച്ച് തീർത്ഥാടകർ ടെന്റിൽ തന്നെയാകും പകൽ തുടർന്നത്. ചൂട് കുറയുമ്പോൾ വൈകിട്ട് 4 മണിക്ക് ടെന്റിൽ നിന്നിറങ്ങി കാരുണ്യത്തിന്റെ മലയിൽ അണിനിരക്കും. ആശുപത്രിയിലുള്ള തീർത്ഥാടകരെ വീൽചെയറിലും സ്ട്രെച്ചറിലും എയർ ആംബുലൻസുകളിലുമായി അറഫയിൽ എത്തിക്കും. അറഫയിൽ പങ്കെടുക്കാത്തവരുടെ ഹജ്ജ് പൂർണ്ണമാകില്ല എന്നതാണ് വിശ്വാസം. മിനയിൽ നിന്നും 14 കിലോമീറ്റർ അകലെയുള്ള അറഫ മൈതാനിയിലേക്ക് മെട്രോയിലും ബസ്സിലുമാണ് പുലർച്ചെ മുതൽ തീർത്ഥാടകരെ എത്തിച്ചത്. സന്ധ്യയോടെ തീർത്ഥാടകർ മുസ്തലിഫയിലേക്ക് നീങ്ങും. അവിടെ രാത്രി തങ്ങി പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം നാളെ രാവിലെ മിനയിലേക്ക് തിരിക്കും. സാത്താന്റെ പ്രതീകത്തിന് നേരെ എറിയാനുള്ള കല്ലുകൾ മുസ്തലിഫയിൽ നിന്ന് ശേഖരിച്ചാണ് യാത്ര. അതേസമയം നാളെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ. കല്ലേറ് കർമ്മത്തിനു ശേഷം തീർത്ഥാടകർ ബലിയറുക്കൽ, തലമുണ്ടനം, കഅബ പ്രദക്ഷിണം, സഫ മർവ പ്രയാണം എന്നിവ നിർവഹിക്കും. തുടർന്ന് പുതുവസ്ത്രം അണിഞ്ഞ് പെരുന്നാൾ ആഘോഷത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് നിസ്വ സുൽത്താൻ ഖാബൂസ് മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കും. ദിവാൻ ഓഫ് റോയൽ കോർട്ടാണ് ഇക്കാര്യം പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. രാജ കുടുംബാംഗങ്ങൾ, മന്ത്രിമാർ, ഉപദേശകർ, സുൽത്താന്റെ സായുധ സേനയുടെ കമാൻഡർമാർ, റോയൽ ഒമാൻ പോലീസ്, മറ്റ് സുരക്ഷാ ഏജൻസികൾ, സ്റ്റേറ്റ് കൗൺസിൽ, ഷൂറ കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയ നിരവധി പ്രമുഖർ നിസ്വ സുൽത്താൻ ഖാബൂസ് മസ്ജിദിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. രാജ്യത്ത് ബലിപെരുന്നാൾ അവധി ആരംഭിച്ചതോടെ വിമാനത്താവളങ്ങളിൽ കനത്ത തിരക്ക്. 5 ദിവസമാണ് ഇത്തവണ അവധി ലഭിച്ചിരിക്കുന്നത്. പ്രവാസികളിൽ പലരും നാട്ടിലേക്ക് പോവുകയാണ്. ഇതര രാഷ്ട്രങ്ങളിലേക്ക് അവധി ദിവസങ്ങൾ ചെലവഴിക്കാൻ പോകുന്നവരും നിരവധിയാണ്. മസ്കറ്റ്, സലാല അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനലുകളിൽ കനത്ത തിരക്കാണ് വിവിധ കൗണ്ടറുകളിൽ അനുഭവപ്പെട്ടത്. മസ്കറ്റിൽ ഇതര രാജ്യങ്ങളിലേക്ക് പോകുന്നവരായിരുന്നു കൂടുതലെങ്കിൽ സലാലയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ തിരക്കാണ് അനുഭവപ്പെട്ടത്. കേരളത്തിലേക്കുള്ള യാത്രക്കാർ വലിയ തോതിലുണ്ട്. ഇത്തവണ പൊതു അവധി ദിവസങ്ങൾ കുറവാണെങ്കിലും അധിക ദിവസങ്ങളിൽ അവധിയെടുത്തു നാട്ടിലേക്ക് പോവുകയാണ് പലരും. കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുന്നതും ഇതിന് കാരണമായി.
വിമാനത്താവളങ്ങൾ വഴി അവധി ദിവസങ്ങളിൽ 10,000-കണക്കിന് പേരാണ് യാത്ര ചെയ്യുക. കാലതാമസം ഒഴിവാക്കുന്നതിനായി വിമാനയാത്ര പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളത്തിലെത്താൻ എയർലൈൻ കമ്പനികൾ നേരത്തെ തന്നെ യാത്രക്കാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അവധി ദിവസങ്ങൾ വിദേശത്ത് ചെലവഴിക്കുന്നതിനായി പുറപ്പെടുന്ന സ്വദേശികളും നിരവധിയാണ്. ദുബായ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഒമാനികളിൽ ഭൂരിഭാഗവും അവധി ആഘോഷിക്കാൻ യാത്ര പോകുന്നത്. പെരുന്നാൾ കഴിഞ്ഞ് പുറപ്പെടാൻ നിൽക്കുന്നവരുമുണ്ട്. ഒമാനിൽ നാളെയും കേരളത്തിൽ മറ്റന്നാളുമാണ് ബലിപെരുന്നാൾ. ബുറൈമയിൽ ഇന്റഗ്രേറ്റഡ് ബസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് അസിയാദ് ഗ്രൂപ്പും മൊവാസലാത്തും കരാറിൽ ഒപ്പുവെച്ചു. 56,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നൂതന സാങ്കേതിക വിദ്യകളും എല്ലാവിധ സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് പദ്ധതി. ഗതാഗത മേഖലയുടെ വികസനം ലക്ഷ്യം വെച്ചുള്ള ബസ് സ്റ്റേഷൻ ഒമാൻ വിഷൻ 2040-ന്റെ ഭാഗമായാണ് ഒരുങ്ങുന്നത്. അയൽരാജ്യത്തേക്കും ഒമാന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ബുറൈമയിൽ നിന്നുള്ള ബസ് സർവീസുകളുടെ ആസ്ഥാനമായി പുതിയ ബസ് സ്റ്റേഷൻ മാറും. സ്വകാര്യ മേഖലയുമായി സഹകരിച്ചുള്ള ഒമാനിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ബസ് സ്റ്റേഷൻ നിസ്വയിൽ നിർമ്മിക്കാൻ ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അടുത്തിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. നിസ്വയിൽ നിർമ്മിക്കുന്ന ബസ് സ്റ്റേഷൻ മൊവാസലാത്തുമായി സഹകരിച്ചാണ് നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ നിക്ഷേപ കരാറിലും നേരത്തെ ഒപ്പുവെച്ചു. അതിർത്തി വഴി ഒമാനിലേക്ക് വൻതോതിൽ മദ്യം കടത്താൻ ശ്രമിച്ച ഇന്ത്യക്കാരൻ അറസ്റ്റിലായി. 9,200-ലധികം കുപ്പി മദ്യമാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത്. അൽ വജാജ ബോർഡർ കസ്റ്റംസാണ് പ്രതിയെ പിടികൂടിയത്. ജിപ്സം ബോർഡുകൾ നിറച്ച ട്രെയിലറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മദ്യം കടത്താൻ ശ്രമിച്ചത്. പ്രതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി അധികൃതർ വ്യക്തമാക്കി. ദോഫാർ ഗവർണറേറ്റിൽ അനുമതിയില്ലാതെ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങളും മതിലുകളും നഗരസഭയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. സലാല വിലായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു നടപടി. സുരക്ഷാ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. നിയമം ലംഘിച്ചവർക്ക് ഇവ നീക്കം ചെയ്യുന്നതിന് നോട്ടീസ് നൽകുകയും ഒരാഴ്ച സമയം അനുവദിക്കുകയും ചെയ്ത ശേഷമാണ് പൊളിച്ചു നീക്കൽ നടപടികൾ. ഉടമസ്ഥാവകാശ കാലാവധി കഴിഞ്ഞവർക്കെതിരെയും നടപടിയുണ്ടാകും. കയ്യേറ്റങ്ങൾക്കെതിരെ വിവിധ നഗരസഭകൾ നേരത്തെയും ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. വിവിധ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുകയും ചെയ്തു. തുടർന്നും പരിശോധനകളും നടപടികളും തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ രാജാക്കന്മാർക്കും നേതാക്കൾക്കും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ഭരണാധികാരികൾക്ക് ആയുരാരോഗ്യത്തോടെ ദീർഘായുസ്സുണ്ടാകട്ടെ എന്നും രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്നും ഇതിനായി സർവശക്തനോട് പ്രാർത്ഥിക്കുന്നതായും സുൽത്താൻ സന്ദേശത്തിൽ പറഞ്ഞു. ബലിപെരുന്നാൾ അവധി ദിവസങ്ങളിലും മൊവാസലാത്ത് ബസ് ഫെറി സർവീസുകൾ സാധാരണ നിലയിൽ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾക്കായി 1551 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്നും ദേശീയ ഗതാഗത കമ്പനി അറിയിച്ചു.